യുഡിഎഫിലെ വയോജന പുനരധിവാസ പാക്കേജുകൾ. ക്യാബിനറ്റ് പദവികൾ ഘടകകക്ഷികൾ പങ്കിട്ടെടുക്കുമ്പോൾ നോക്കുകുത്തിയായി കോൺഗ്രസ്. കേരള രാഷ്ട്രീയത്തിൽ അധികാര പദവികളുടെ വീതംവെപ്പ് എക്കാലത്തും വലിയ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ യുഡിഎഫിൽ നടക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് ചോര തിളക്കും. മുന്നണിയിൽ ആകെയുള്ള അധികാര പദവികൾ മുഴുവൻ ഘടകകക്ഷികൾ പങ്കിട്ടെടുക്കാനുള്ള വലിയ സമ്മർദ്ദതന്ത്രങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. ഏറ്റവും ദുഃഖകരമായ വസ്തുത എന്തെന്നാൽ, ജനങ്ങളെ സേവിക്കാൻ വേണ്ടി നൽകേണ്ട ക്യാബിനറ്റ് പദവികൾ പല പാർട്ടികളും തങ്ങളുടെ അവശരായ നേതാക്കൾക്ക് വിശ്രമിക്കാനുള്ള വയോജന പുനരധിവാസ പാക്കേജുകളായി മാറ്റാൻ ശ്രമിക്കുന്നു എന്നതാണ്. ഇതിൽ ഏറ്റവും കൗതുകകരവും വിരോധാഭാസവുമുള്ള ആവശ്യം ഉയർന്നിരിക്കുന്നത് കേരള കോൺഗ്രസിൽ നിന്നാണ്, അതും മുതിർന്ന നേതാവ് ശ്രീ പി.ജെ. ജോസഫിനു വേണ്ടി. നമുക്ക് പി.ജെ. ജോസഫിന്റെ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കേരളം കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം എന്നതിൽ ആർക്കും തർക്കമില്ല. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രായം 85 കഴിഞ്ഞിരിക്കുന്നു. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പൊതുകാര്യങ്ങളിൽ ഏറെ നേരം ഇടപെടാൻ കഴിയാത്ത, വിശ്രമം അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇന്നുള്ളത്. എന്നാൽ കേരള കോൺഗ്രസ് നേതൃത്വം യുഡിഎഫിനോട് നിർബന്ധം പിടിക്കുന്നത് എന്താണെന്ന് അറിയാമോ? മൂന്നാം ക്യാബിനറ്റ് പദവിയായി പി.ജെ. ജോസഫിന് ക്യാബിനറ്റ് റാങ്കോടെ ഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനമോ മുന്നോക്ക ക്ഷേമ കോർപ്പറേഷനോ നൽകണം. യുഡിഎഫിന്റെ മുതിർന്ന നേതാവ് എന്ന പരിഗണന നൽകി അദ്ദേഹത്തെ ആദരിക്കണം എന്നാണ് പാർട്ടി ഇതിന് കാരണമായി പറയുന്നത്. ഇവിടെയാണ് യഥാർത്ഥ വിരോധാഭാസം ഒളിഞ്ഞുകിടക്കുന്നത്. ചരിത്രം മറക്കാത്തവർക്ക് അറിയാം, നീണ്ട 20 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിച്ച നേതാവാണ് അദ്ദേഹം. പിന്നീട് കെ.എം. മാണിയുടെ പാർട്ടി വഴിയാണ് അദ്ദേഹം യുഡിഎഫിലേക്ക് തിരികെ എത്തിയത്. ഇത്രയും കാലം മറുചേരിയിൽ നിന്ന ഒരാളെ യുഡിഎഫിന്റെ ഏറ്റവും മുതിർന്ന നേതാവെന്ന നിലയിൽ ആദരിക്കാൻ ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ചിലവാക്കി ഒരു ക്യാബിനറ്റ് റാങ്ക് നൽകണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? ശാരീരികമായി കടുത്ത അവശത അനുഭവിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഭരണപരിഷ്കരണ കമ്മീഷൻ പോലൊരു സുപ്രധാന വകുപ്പിനെ കാര്യക്ഷമമായി നയിക്കുക? ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം മറന്നുകൊണ്ടാണ് കേരള കോൺഗ്രസ് വിലപേശുന്നത്.